ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ ഒരു സ്ത്രീയുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ഭയങ്കരമായിട്ട് അങ്ങതായിട്ട് നിൽക്കുവാണ്. അപ്പം നിധി ഈ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് നിങ്ങളുടെ അമ്മയുടെ അനിയത്തിയാണെന്നല്ലേ പറഞ്ഞു, എന്നിട്ട് രണ്ടുപേർക്ക് തമ്മിൽ ഒരു ഷേപ്പും ഇല്ലല്ലോ എന്ന് നിധി പറഞ്ഞു കേട്ടോ. അപ്പോൾ നികേഷും പറഞ്ഞു, അതെ ഏട്ടത്തി പറഞ്ഞതുപോലെ ഇവരെ കാണാൻ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കാണല്ലോ ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നികേഷ് പറയാം. അപ്പോഴത്തേക്കും ഭാസ്കരേട്ടൻ്റെ മുഖമൊക്കെ വലിഞ്ഞു മുറുകി. ഇവരുടെ പേര് രേവതി എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് കണ്ടാലൊരു ഹിന്ദിക്കാരിയെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ നികേഷ് പറയുമ്പോഴത്തേക്കും ചേട്ടന്മാർ അവിടെ നിന്ന് തകർന്ന് നിൽക്കും. ഇവരെന്താ എൻ്റെ കൂടെ മാത്രം നിന്ന് ഫോട്ടോ എടുത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴും അച്ഛനൊന്നും മിണ്ടുന്നില്ല. അപ്പം നിങ്ങളുടെ ആരുടെയും കൂടെ നിന്നുള്ള ഫോട്ടോ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിധിയും അതെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഭാസ്കരേട്ടൻ്റെ നേരെ സുഭാഷ് കൈകൂപ്പി കാണിക്കുക, മിണ്ടല്ലേ അച്ഛാ എന്നും പറഞ്ഞു. അച്ഛൻ അന്നേരത്തേക്ക് അവിടെ ഇങ്ങനെ പോയി നിൽക്കാം. ഇത് എന്നതാടായിരുന്നു നീ കാണിക്കുന്നത്, അടുത്ത പണി എന്താണെന്ന് വെച്ച് നോക്കി, എല്ലാം എടുത്ത് വെച്ചേ, എടുത്ത് വയ്ക്കുക, അടയ്ക്കെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഭാഷ് ദേഷ്യപ്പെടുമ്പോൾ അവർ ഹരീഷും സുധീഷും ഇത് അടച്ചു വെക്കാനായിട്ടുള്ള ധൃതി കൂട്ടുക. ഒന്ന് നിൽക്കുക സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ് എടാ പൊടിയാടാ മൊത്തം വെക്കില്ലടാ എന്ന് ഹരീഷ്. ആദ്യം മുതലേ ഫോട്ടോസ് കാണുന്നതാണല്ലോ നിങ്ങളുടെ പ്രശ്നം, ഈ ഫോട്ടോസൊക്കെ ഞാൻ കണ്ട എന്താ കുഴപ്പമെന്ന് നികേഷ് ചോദിച്ചു. അച്ഛനൊന്നും മിണ്ടാതെ ഇങ്ങനെ സൈഡിലേക്ക് മാറി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം നിധിക്ക് മനസ്സിലായി എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ഇപ്പം ഞാൻ ചോദിച്ചതിന് കാര്യം പറയാൻ പറഞ്ഞു നികേഷും. ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര കാര്യാന്വേഷണം. അപ്പം നിധിയും ഇങ്ങനെ ഒന്നും അറിയാതിരിക്കാം. രേവതി ചെറിയമ്മയാണെന്ന് ഒരാൾ പറയുന്നു. അവർ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല ഫോട്ടോ കണ്ടിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കും. എന്താ ഇത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നികേഷ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നിങ്ങളുടെ കൂടെ ഇവരുടെ ഫോട്ടോ ഒന്നും കാണാനുമില്ല, എന്നാൽ എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് താനും. അതെന്താ അങ്ങനെ? അപ്പോഴേക്കും അച്ഛൻ പതുക്കെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുക. കാരണം സുഭാഷ് പറഞ്ഞതനുസരിച്ച് ഇവർക്ക് എന്ത് പറഞ്ഞ് നികേഷിനെ ബോധ്യപ്പെടുത്തണമെന്ന് അറിയില്ല. നികേഷ് ഈ ഫോട്ടോയും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അച്ഛൻ അടുക്കളയിൽ പോയി ഒരു വീഡിയോ എടുത്ത് വായിൽ വെച്ചിട്ട് പല കാര്യങ്ങളും നിന്ന് ആലോചിക്കാം. ആ സമയം നമ്മുടെ നികേഷ് പഴയ കാര്യങ്ങൾ ആലോചിക്കുക. ഏതൊരു പെണ്ണിനെയും കൊണ്ട് അച്ഛൻ കയറി വന്ന് പറഞ്ഞ കാര്യങ്ങളല്ലാവേ നികേഷ് അങ്ങനെ ആലോചിച്ചിട്ട് ഈ ഫോട്ടോ എടുത്ത് നേരെ സുഭാഷിൻ്റെ നേരെ നിന്നു. സുഭാഷ് ഏട്ടാ, ഇവരാണോ ആ ലേഡി? ഏത് ലേഡിയാണെന്നുള്ള ഒരു ഇതിൽ ഇവരിങ്ങനെ നിൽക്കുക. ഇവരാണോ പറയാൻ പറ. അപ്പം നിധിയും ഇങ്ങനെ നോക്കുക. ഇവർ സംസാരിക്കുന്ന അച്ഛൻ അടുക്കളയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. വീഡിയോ വലിച്ചിട്ട് അത് മുഴുവൻ തീർക്കാൻ പോലും അദ്ദേഹത്തിനുള്ള മനസ്സ് വരുന്നില്ല. അതെടുത്ത് കളഞ്ഞിട്ട് തലയൊക്കെ ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. സുഭാഷ് ഏട്ടാ, ഇതാണ് അച്ഛൻ വിളിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ ലേഡി. പറ സുഭാഷ് ഏട്ടാ എന്ന് പറയുമ്പോൾ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞു സുഭാഷ്. നുണ എന്നോട് പറയല്ലേ സുഭാഷ് ഏട്ടാ, ഇത് അവർ തന്നെയല്ലേ എന്ന് ചോദിച്ചു. അച്ഛൻ വെളിനാട്ടിൽ നിന്നൊരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞില്ലേ, അത് ഈ സ്ത്രീ ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അച്ഛനത് കേട്ടു. അച്ഛന് ദേഷ്യം വരുന്നു. അദ്ദേഹം പല്ല് കടിച്ചു പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് അദ്ദേഹം അവരുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. സുഭാഷിനെ വിടാനായിട്ട് നികേഷ് തീരുമാനിച്ചിട്ടില്ല. എടാ മിണ്ടാതിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഭയങ്കര കലിപ്പിൽ അച്ഛൻ ഇങ്ങനെ വരിക. നീ ആ ഫോട്ടോ ഇങ്ങനെ തന്നേ എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് ദേഷ്യപ്പെട്ടു. ചോദിച്ചതിന് ഉത്തരം പറ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് നികേഷ് വയലൻ്റായിട്ട് സുഭാഷിൻ്റെ മുന്നിൽ സംസാരിക്കുന്നു. അപ്പോഴേക്കും ഹരീഷും സുധീഷൊക്കെ ആകെ വല്ലാതെ നിൽക്കുവാണ്. അപ്പോഴാണ് അച്ഛൻ അങ്ങോട്ടേക്ക് പോണത്. അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ നികേഷ് ഒന്ന് അവിടെ നിന്നേ എന്നും പറഞ്ഞ് നികേഷ് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. എൻ്റെ അമ്മ മരിച്ചു പോയതിന് ശേഷം ഒരു ലേഡിയെ കൂട്ടിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞില്ലേ, ഇവരല്ലേ അത് എന്നൊക്കെ ചോദിക്കുകയാണ് നികേഷ് അച്ഛനോട്. അപ്പോഴത്തേക്കും സുധീഷ് ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ്. സുഭാഷ് പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക. നിധിയും അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ അച്ഛൻ ഈ ഫോട്ടോയിലേക്ക് നോക്കുന്നു. നികേഷ് അച്ഛനെ നേരെ ഈ ഫോട്ടോ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇവരെന്തിനാ എന്നെ എടുത്ത് നിൽക്കുന്നത്? ഇവരുടെ കയ്യിൽ എന്തിനാ എന്നെ കൊടുത്തത്? എൻ്റെ അമ്മയുടെ കൂടെയുള്ള ഒരു ഫോട്ടോ പോലും എൻ്റെ ഇല്ല. ഈ സ്ത്രീ മാത്രം എന്തിനാ എന്നെ എടുത്ത് നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നികേഷ് ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും പറയല്ല അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് 3 മക്കൾ അച്ഛൻ്റെ നേരെ കൈയും കൂപ്പി ഇങ്ങനെ കാണിക്കുക. അപ്പോഴത്തേക്കും നിധി ഇത് കണ്ടു. നിധിക്ക് ടെൻഷനായി. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്താൽ പറയുന്നത്, എന്നെ എന്തിനാ ഇവരുടെ കയ്യിലേക്ക് കൊടുത്തതെന്ന് ചോദിച്ചുകൊണ്ട് നികേഷ് അച്ഛനെ ഇങ്ങനെ ചോദ്യം ചെയ്യുക. അദ്ദേഹം ആണെങ്കിലും മാക്സിമം കടിച്ച് പിടിച്ച് നിൽക്കുക പറയാതിരിക്കാൻ. പക്ഷെ നികേഷ് വയലൻ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പറയരുതെന്ന് പറഞ്ഞിട്ട് സുഭാഷ് അവിടെ നിന്ന് പറയുക. വെളിനാട്ടിൽ നിന്നൊരു സ്ത്രീയെ കൊണ്ടുവന്ന കാര്യം നാട്ടുകാർ മുഴുവനും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഇവരെ കാണുന്നത്. ഇവരുടെ കയ്യിൽ എന്താ നിങ്ങൾ എന്തിനാ എന്നെ കൊടുത്തത്? ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് കലി വരിക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. പറയണം എന്തിനാ ഈ സ്ത്രീ എന്നെ എടുത്ത് ഫോട്ടോ എടുത്തതെന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ്. അച്ഛൻ മിണ്ടാതെ അങ്ങ് പോകുമ്പോൾ നിങ്ങളോടാ ചോദിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് വീണ്ടും ചെന്നു. എന്തിനാ ഇവരുടെ കയ്യിൽ എന്നെ കൊടുത്തതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നികേഷ് വീണ്ടും ഇങ്ങനെ അച്ഛനെ ഉരുട്ടിയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. ആരെക്കട അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പോകുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ചെന്നു. അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ചങ്കത്ത് തന്നെ കൈ അങ്ങ് വെച്ചു നികേഷ്. ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതിയെന്നും പറഞ്ഞു. പിന്നെ പറയാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. പറയാതിരിക്കാൻ അദ്ദേഹം മാക്സിമം നോക്കി. നികേഷ് വിടുന്ന ലക്ഷണമില്ല. ഈ സ്ത്രീ എന്തിനാ എന്നെ എടുത്ത് ഫോട്ടോ എടുത്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ അദ്ദേഹം ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുക. ഈ സ്ത്രീ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ, അതോ എൻ്റെ അമ്മയെ കൊന്നതുപോലെ ഇവരെയും നിങ്ങൾ കൊന്നു കളഞ്ഞോ, അതാണോ നിങ്ങൾ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സുഭാഷ് എന്നിട്ട് നികേഷ് അച്ഛൻ്റെ മേത്തുനിന്ന് കൈയെടുക്കാൻ പറഞ്ഞു സുഭാഷ്. നികേഷ് ഇങ്ങനെ തന്നെ നിൽക്കുക. ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. സുധീഷൊക്കെ പേടിയായിപ്പോയി. നിന്നോട് കൈയെടുക്കാനല്ലേ പറഞ്ഞത്, അപ്പം ചോദിച്ചതിന് ഉത്തരം എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് ഒച്ച വെച്ചപ്പോഴത്തേക്കും കൈ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നികേഷിൻ്റെ കൈക്കിട്ടൊരു ഒറ്റ തട്ടായിരുന്നു ഭാസ്കരേട്ടൻ.
അപ്പം ഇങ്ങനെ നിൽക്കുക. ഇപ്പോൾ പറയുമെന്നുള്ളത് സുഭാഷിന് മനസ്സിലായി. സുഭാഷ് ആകെ പിടിവിട്ട് നിൽക്കുക. നിധിയും ആകെ വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. വലിയ തമ്പുരാനെ പോലെ വന്ന് എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കാണോടാ നീ, മാറിപ്പോടാ എന്ന് ഭാസ്കരേട്ടൻ നികേഷിനോട് പറഞ്ഞു. അന്നേരം നികേഷ് നീ ഒന്ന് മിണ്ടാതിരിക്കാൻ പറഞ്ഞു സുഭാഷ്. നീ എന്തിനാ ഇങ്ങനെ അനാവശ്യ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? അപ്പം ഞാൻ എന്ത് തെറ്റാ സുഭാഷ് ഏട്ടാ ചോദിച്ചത്? ദേ ഈ സ്ത്രീ നിങ്ങളോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടില്ല, എൻ്റെ ഒപ്പം നിന്ന് മാത്രമേ ഫോട്ടോ എടുത്തിട്ടുള്ളൂ എന്നും അതാ ഞാൻ ചോദിച്ചതെന്ന കാര്യവും പറയുവാണേ. പിന്നെ ദേ നോക്ക്, അവരെന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾ നോക്കാൻ പറഞ്ഞു. കാണുമ്പോൾ എനിക്ക് കലി വരികയാണെന്നും പറഞ്ഞുകൊണ്ട് നികേഷ് ഇങ്ങനെ പറയണു ഇവരുടെ എല്ലാവരോടുമായിട്ട്. അപ്പോൾ ഇവരുടെ കയ്യിലേക്ക് എന്നെ എന്തിനാ ഇങ്ങനെ വെച്ച് കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ നിർത്തണമെന്ന് പറഞ്ഞു. അവൻ്റെ ഒരു പൊഴി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. സുഭാഷിനൊക്കെ പേടിയായി. ഇതുവരെ അങ്ങേര് പിടിച്ചു നിന്നു പറയാതെ. നിനക്ക് ഉത്തരവാടാ വേണ്ടത്, ഞാൻ പറഞ്ഞു തരാമെന്ന് ഭാസ്കരേട്ടൻ നികേഷിനോട് പറയുക. അപ്പോഴത്തേക്കും സുഭാഷ് അച്ഛാന്നും പറഞ്ഞിങ്ങനെ വിളിക്കുന്നു. അച്ഛൻ്റെ നേരെ ഇങ്ങനെ നോക്കി, സുഭാഷിൻ്റെ നേരെ അച്ഛനും നോക്കി. നിധി ഇത് കണ്ട് പേടിച്ച് നിൽക്കുക. നിന്റെ തള്ള പിന്നെ നിന്നെ അല്ലാണ്ട് നാട്ടുകാരുടെ കുഞ്ഞിനെടുത്ത് ഒക്കത്ത് വെക്കോടാ എന്ന് ഭാസ്കരേട്ടൻ നികേഷിനോട് ചോദിച്ചപ്പോൾ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. പോയി, എല്ലാം കൈവിട്ട് പോയി. അപ്പോഴേക്കും എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് സുധീഷിൻ്റെ തോളിലേക്ക് അങ്ങ് കിടന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നികേഷ് തകർന്നു പോയിട്ടോ. നിധിയും തകർന്നു പോയേ. സുഭാഷിനും മിണ്ടാട്ടം ഇല്ലാണ്ടായിപ്പോയി. നിധി അയ്യോ എന്നും പറഞ്ഞു വായും തുറന്നിങ്ങനെ നിൽക്കുക. അതെടാ നീ പറയടാ, കാണുന്നവന് സഹിക്കുന്നില്ല, കലി വരുന്നു, നിനക്ക് കലി വരുമല്ലേടാ എന്നൊക്കെ ഭാസ്കരേട്ടൻ ഇങ്ങനെ നികേഷിനോട് ചോദിക്കുക. നികേഷ് ആണെങ്കിൽ ഇങ്ങനെ സ്തംഭിച്ച് നിന്ന് പോകുക കേട്ടോ. എടാ നിന്നെ കലി ഇളക്ക് നീ ഫോട്ടോയിൽ കാണുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീ ഉണ്ടല്ലോ, അതാണടാ നിന്റെ തള്ള എന്ന് ഭാസ്കരേട്ടൻ പറയുക. നിന്നെ പെറ്റ നിന്റെ അമ്മ എന്ന് പറയുമ്പോഴേക്കും എന്ന് പറഞ്ഞ് നികേഷ് ഇങ്ങനെ നോക്കുന്നു. നികേഷിൻ്റെ തലയൊക്കെ കറങ്ങുക. അതുപോലെ തന്നെ ചുറ്റിനും നിൽക്കുന്ന സുഭാഷ് എല്ലാവരും അന്താളിപ്പോട് കൂടി ഇങ്ങനെ നിൽക്കും. ഈ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നികേഷ് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. നിധിക്കും ആകെതായിപ്പോയി. എല്ലാം അവസാനിച്ചു. തകർന്ന് തരിപ്പണമായിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ്. ഇതെന്തൊക്കെയാ അച്ഛ ഈ വിളിച്ചു പറയുന്നേ എന്ന് സുഭാഷ് ചോദിക്കാം. എന്തിനാ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ പറയുന്നേ എന്നൊക്കെ സുഭാഷ് ഇങ്ങനെ അച്ഛനോട് ചോദിക്കുക. ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റില്ല നിങ്ങൾക്കെന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര ദേഷ്യം അച്ഛന്. നികേഷ് ഈ ഫോട്ടോയും നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. നിധിയും ഭയങ്കര കരച്ചിൽ. കാരണം കേട്ടതൊരു ഞെട്ടിക്കുന്ന വാർത്തയാണല്ലോ. ഫോട്ടോയിൽ നോക്കി നിന്ന നികേഷ് പിന്നെ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ആരുടെ അമ്മയെന്നാ പറഞ്ഞെന്ന് നികേഷ് ചോദിക്കുമ്പോൾ പറഞ്ഞത് തിരിഞ്ഞില്ലേടാ നിനക്ക്? എടാ നിൻ്റെ അമ്മയാടാ ഇത്. ദേ ഈ ഫോട്ടോയിൽ കാണുന്നില്ലേ, ഇത് തന്നെയാണ് നിൻ്റെ അമ്മ എന്നും പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ നികേഷിനോട് പറഞ്ഞു. സുഭാഷിൽ നിന്ന് ഭയങ്കര കരച്ചിൽ. ഹരീഷും സുധീഷും നിധിയും ഇങ്ങനെ ആകെ തകർന്ന് നിൽക്കുക. ഒരക്ഷരം പോലും പറയാൻ പറ്റാതെ. അവരുടെ അമ്മ അവരെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ നീ കണ്ടില്ലേ, അതുപോലെ നിൻ്റെ അമ്മ നിന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഇതെന്ന് നികേഷിനോട് പറയുവാണ്. ഇതിനകത്ത് ഇത്ര തെറ്റായിട്ട് ഇപ്പം എന്താ ഉള്ളതെന്നും അച്ഛൻ ചോദിച്ചു. സ്വന്തം മക്കളെ എടുക്കാൻ എന്താ അമ്മമാർക്ക് അവകാശം ഇല്ലേന്ന് ചോദിച്ചു. ഒരു വലിയ ചോദ്യമായിട്ട് വന്നിരിക്കുന്നു. അച്ഛൻ നിങ്ങളോടല്ലേ ഒന്നും മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞതെന്ന് സുഭാഷ് പറയാം. അപ്പം അവിടെ നിന്ന് ആ സ്ത്രീ എന്തിനാ അവനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് ചോദിച്ചിട്ട് എൻ്റെ കുത്തിന് പിടിക്കുമ്പം ഞാൻ പിന്നെ എന്തോന്ന് പറയണോടാന്ന് ചോദിച്ചു. അതല്ലേ അവൻ്റെ അമ്മ എന്ന് ഭാസ്കരേട്ടൻ ചോദിക്കുക. അമ്മയല്ലേ മക്കളെ എടുക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അച്ഛ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു സുഭാഷ്. ഇന്ന് നിർത്തച്ഛ. അപ്പോഴത്തേക്ക് നികേഷ് നിന്ന് ഈ ഫോട്ടോയിൽ നോക്കി ഭയങ്കര കരച്ചിൽ. അപ്പോഴേക്ക് ഹരീഷ് ഓടിച്ചെന്ന് എടാ നികേഷ് നീ വന്നേടാ, വരാനാ പറഞ്ഞ വാ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഫോട്ടോ തട്ടിപ്പറിച്ച് മേടിക്കാൻ നോക്കി ഹരീഷ്. എന്നെ വിടാൻ പറഞ്ഞു നികേഷ്. എന്നിട്ട് ഫോട്ടോയിൽ നോക്കി തന്നെ ഇങ്ങനെ നിൽക്കും കേട്ടോ. ഭാസ്കരേട്ടനാണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞും പോയി മൊത്തത്തിലൊരു ശോക അവസ്ഥയിൽ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അപ്പോൾ ആ ഫോട്ടോസ് ഓരോന്നോരോന്നെടുത്ത് ഇങ്ങനെ നോക്കുക. മോനെ എടാ എന്ന് പറഞ്ഞ് സുഭാഷ് ഇങ്ങനെ വിളിക്കുന്നു. നീ ഇങ്ങ് വന്നേടാ, അതൊക്കെ അവിടെ ഇടാൻ പറഞ്ഞു. അപ്പോൾ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് നികേഷ് സുഭാഷിനെ വിളിച്ചു. സുഭാഷ് ഏട്ടാ എൻ്റെ അമ്മയും നിങ്ങളുടെ അമ്മയും വേറെയാണോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ നികേഷ്. അപ്പോഴേക്കും എന്തേ മറ്റൊരു 3 പേരിൽ നിന്ന് ഭയങ്കര കരച്ചിൽ. നിധിയും നിന്ന് ഭയങ്കര കരച്ചിൽ. പറ സുഭാഷ് ഏട്ടാ എൻ്റെ അമ്മയും നിങ്ങളുടെ അമ്മയും വേറെയാണ്. അപ്പോൾ എടാ ഇവരുടെ അമ്മയും നിൻ്റെ അമ്മയും ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരേട്ടൻ അന്നേരത്തേക്ക് അവിടേക്ക് വന്നു. അപ്പോഴേക്കും നികേഷിന് അത് താങ്ങാൻ പറ്റിയില്ല. ആ ഫോട്ടോയിൽ 3 പേരുടെ കൂടെ നിൽക്കുന്ന സ്ത്രീയില്ലേ ശാന്തിയും, അത് അവരുടെ അമ്മ, മനസ്സിലായോ എന്ന് ചോദിച്ചു. അങ്ങനെ എല്ലാം തിരുത്തി പറഞ്ഞു കൊടുക്കുക ഭാസ്കരേട്ടൻ. ഈ ഫോട്ടോയിൽ നിന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്ന നിൻ്റെ അമ്മ എന്താ മതിയോ എന്നും ചോദിച്ച് ഭാസ്കരേട്ടൻ ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുക. വെറുതെ ചോദിച്ചത് തന്നെ ചോദിച്ചു. മനുഷ്യനെ ചുമ്മാ വേർപ്പിക്കാൻ നിൽക്കുക അവനെന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരേട്ടൻ നിന്ന് ഇങ്ങനെ പറയുമ്പം സുധീഷിന് കലി വേടോന്നും പറഞ്ഞുകൊണ്ട് കൈ എടുത്ത് ഇങ്ങനെ ഭാസ്കരേട്ടനെ അടിക്കാനായിട്ട് സുധീഷ് ചെയ്യുന്നു. പക്ഷെ ആ കൈ ഇങ്ങനെ അവിടെ വിറച്ചിങ്ങനെ കുറച്ച് നേരം നിർത്തി കൈ താഴെ ഇട്ടു. എന്താടാ നിന്റെ കൈ പൊങ്ങുന്നില്ലേടാ എന്ന് ചോദിച്ചു ഭാസ്കരേട്ടൻ. തല്ലുന്നില്ലേടാ എന്ന് ചോദിച്ചു. നികേഷ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതൊക്കെ കണ്ട് നിധിക്ക് പേടിയായി. എടാ നികേഷേ കളയടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ
ഹരീഷ് പറഞ്ഞോണ്ടിരിക്കും. അപ്പം നിങ്ങളൊക്കെ എന്താ വേണ്ടതെന്ന് ചോദിച്ചു സുധീഷ്. ആരോടായി എപ്പോഴായി എന്താ പറയേണ്ടതെന്ന് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് അറിയില്ലെന്ന് ചോദിച്ചു സുധീഷ് ഇങ്ങനെ അച്ഛനോട് വഴക്കുണ്ടാക്കുക. ഭാസ്കരേട്ടൻ അന്തം വിട്ട് നിൽക്കുവാണ്. ഒന്നുമില്ലെങ്കിലും ഇത്ര പ്രായമായില്ലേ, അപ്പം എന്താടാ ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുള്ളത് എന്ന് ഭാസ്കരേട്ടൻ മക്കളോട് ചോദിക്കുന്നത്. അതത് സുധീഷിനോട്. സുഭാഷാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. നിന്റെ ഭാവം കണ്ട ഭൂകമ്പം വന്ന് ഈ വീട് രണ്ടായിട്ട് പിളർന്നു പോയതുപോലെ ഉണ്ടല്ലോടാന്നും പറഞ്ഞായി. അടുത്തത് നികേഷ് പിന്നെ ആ ഫോട്ടോയിൽ നിന്ന് കണ്ണെടുത്തിട്ടില്ല. കരച്ചില്. എന്തിനിപ്പോൾ ഇവനോട് ഇത് പറഞ്ഞെന്നാണ് ഞാൻ ചോദിച്ചത്. ഇത്രയും കാലം അത് അവനെ അറിയാതെയല്ലേ ഇരുന്നത്, ഇപ്പം അത് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷിൽ നിന്ന് ഭയങ്കര കരച്ചില്ല. നികേഷിനാണെങ്കിൽ ആരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. 2 സ്ത്രീകളിൽ കുട്ടികളുണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് അഭിമാനമായിരിക്കാം, പക്ഷെ അത് അവനെ അറിയിക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ സുധീഷ് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഭയങ്കര കരച്ചിലായിട്ട് നമ്മുടെ നിധി നിൽക്കുക കേട്ടോ. ആകെ കുഴപ്പമായല്ലോ എന്നോർത്ത് അവൻ എൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് എന്നോട് ചോദിച്ചു, നീ കേട്ടില്ലേ? അവൻ്റെ ചോദ്യത്തിന് എന്താണോ ഞാൻ മറുപടി കൊടുക്കണ്ടേ? അതെല്ലാം ഞാൻ ചെയ്തോളൂ എന്നും ചോദിച്ചു ഭാസ്കരേട്ടൻ്റെ ന്യായവരുടെ മുന്നിൽ നിന്ന് പറയുന്നു. അങ്ങനെ ആ കുടുംബചരിത്രം കേട്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക നിധി. അപ്പോൾ അവൻ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ചോദിച്ചാൽ എന്തും പറയാനാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ പറയാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. എല്ലാവരും കൂടെ എൻ്റെ മെക്കിട്ട് കയറാനൊന്നും വരണ്ടെന്നും അച്ഛൻ പറഞ്ഞു. പിന്നെ നിങ്ങളോട് ആരാടാ അവനെ ആ ഫോട്ടോ കാണിക്കാൻ പറഞ്ഞത്? അത് കണ്ടാൽ അവൻ ചോദിക്കത്തില്ലേടാ? അപ്പം പിന്നെ അവനോട് സത്യം പറയണ്ടേ എന്ന് ഭാസ്കരേട്ടൻ ചോദിച്ചു. അല്ലാതെ അവനോട് നീയൊക്കെ പറയുന്നത് പോലെ പച്ചക്കള്ളമൊന്നും ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. അവൻ ചോദിച്ചത് അവൻ അറിയാനുള്ള അവൻ്റെ അവകാശമാണ്. ആ അവകാശത്തെ മാനിക്കുന്നതുകൊണ്ട് ഞാൻ അവനോട് സത്യം തന്നെ പറഞ്ഞു. അതിലെന്താണ് അത്ര തെറ്റിയിരിക്കുന്നതെന്ന് ചോദിച്ചു. ഫോട്ടോയും കാണിച്ചു കൊടുത്തിട്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് എൻ്റെ മെക്കിട്ട് കയറുന്നോടാ എന്ന് ചോദിച്ചു. അച്ഛൻ ദേഷ്യപ്പെടുക. നികേഷ് ഇപ്പോൾ ഇവരുടേതല്ല എന്നുള്ളൊരു തോന്നൽ നികേഷിന് വന്നു. നികേഷിൽ നിന്ന് കരച്ചിൽ അത്രയും പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. സൈക്കിളും എടുത്ത് അദ്ദേഹം പുറത്തേക്ക് പോയിട്ടോ. സുഭാഷ് ഏട്ടനാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്ക് നികേഷ് ഇങ്ങനെ സുഭാഷിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചു. സുഭാഷിനാണെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാതെ നിൽക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ അനിയനല്ലേ സുഭാഷ് ഏട്ടാ എന്ന് നികേഷ് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഹരീഷും സുധീഷും നിധിയും ഒക്കെ ഭയങ്കര കരച്ചിൽ. അപ്പോൾ എടാ മോനെ എന്ന് പറഞ്ഞ് സുഭാഷ് അതിനെ കെട്ടിപ്പിടിക്കുക. ആര് പറഞ്ഞടാ നീ എൻ്റെ അനിയനല്ല എന്ന്? നീ എൻ്റെ അനിയനല്ലേടാ എന്ന് ചോദിച്ചു. ഇനി എന്തിനാ സുഭാഷ് ഏട്ടാ ഇങ്ങനൊരു നുണ എന്ന് നികേഷ് അന്നേരം ചോദിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും ഈ സത്യം നേരത്തെ അറിയായിരുന്നല്ലേ സുഭാഷ് ഏട്ടാ എന്നൊക്കെ നികേഷ് ഇങ്ങനെ ഇവരോട് ചോദിക്കുക. അപ്പോഴത്തേക്കും സുധീഷൊക്കെ നിന്ന് ഭയങ്കര കരച്ചിൽ. എനിക്ക് മാത്രം ഇത് അറിയില്ലായിരുന്നല്ലേ സുഭാഷ് ഏട്ടാ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര കരച്ചിൽ. നിധിയും അപ്പുറം മാറി നിന്ന് ഭയങ്കര കരച്ചിൽ. എല്ലാം കൈവിട്ട് പോയി എന്നുള്ളൊരിതിൽ എല്ലാവരും നിൽക്കുക. അല്ല നമുക്കൊരമ്മയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. അപ്പം നിങ്ങളുടെ അമ്മയല്ല എൻ്റെ അമ്മ അല്ലേ? അല്ല സുഭാഷ് ഏട്ടാ ആരും എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ സുഭാഷ് ഏട്ടാ, അതെന്താ എന്നോട് ആരും ഒന്നും പറയാതിരുന്നേ എന്നൊക്കെ ചോദിച്ചതിങ്ങനെ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ പറയാം. എടാ അത് വിടാന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഹരീഷ്. അപ്പം എങ്ങനെ വിടാനാ ചേട്ടാ ഞാനിത്? അതല്ലേ സത്യം, ഞാൻ എങ്ങനെ ഇത് വിട്ട് കളയുമെന്ന് നികേഷ് ഇങ്ങനെ ചോദിക്കുക. അങ്ങനെ നികേഷ് എണ്ണിപ്പറക്കി കരയുക. എന്തുകൊണ്ടാരും ഇത് എന്നോട് നേരത്തെ പറഞ്ഞില്ല? എന്താ പറയാതിരുന്നേ? എത്ര വലിയൊരു കാര്യം ഇത്, എന്നിട്ട് എന്നോട് എന്തിനാ നിങ്ങളിത് മറച്ചു വെച്ചേ എന്നും ചോദിച്ചുകൊണ്ട് നികേഷ് ഭയങ്കര കരച്ചിൽ. അമ്മ വേറെയായിരുന്നു എന്നുള്ള കാര്യം എന്നോട് നിങ്ങൾക്ക് പറയാറുന്നില്ലേ എന്ന് ചോദിച്ചു. മോനെ നികേഷേ നീ ഇങ്ങനൊന്നും പറയല്ലേടാ, അമ്മ വേറെ ആയാലും എന്താടാ, നമ്മുടെ അച്ഛനൊന്നല്ലേടാ എന്ന് നമ്മുടെ സുധീഷ് അന്നേരം നികേഷിനോട് ചോദിക്കുക. അപ്പം നിധിക്ക് ഇത് കണ്ടിട്ട് താങ്ങാൻ പറ്റുന്നില്ല. നിധി അപ്പുറം നിന്ന് ഭയങ്കര കരച്ചിൽ. അങ്ങനെ ഏത് നേരത്തെ പാത്രം തരാൻ നോക്കിയെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ സുഭാഷ് ആവശ്യമില്ലാത്തതെല്ലാം കണ്ട് ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞ് എടാ ഇതെല്ലാം എടുത്തുകൊണ്ട് ഉള്ളിക്കൊണ്ട് വെക്കടാന്ന് പറഞ്ഞു. അന്നേരത്തേക്കും ഹരീഷ് ഇതെല്ലാം പൊക്കി എടുത്തുകൊണ്ട് പോയി. പിന്നെ നികേഷ് ആരോടും മിണ്ടുന്നില്ലേ, ഇന്ന് കരച്ചില്ല. ചേട്ടന്മാർ അപ്പുറവും ഇപ്പുറവും വന്നിരുന്ന അനിയനെ കെട്ടിപ്പിടിച്ചിരുന്ന് അതിനെ സമാധാനിപ്പിക്കാം. ദേ ഇപ്പം എല്ലാം അറിഞ്ഞു. അതുകൊണ്ട് നമുക്കിടയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? ഒന്നുമില്ലടാ, ആ ഫോട്ടോക്കാരൻ എല്ലാം അറിഞ്ഞു. അപ്പോൾ അയാൾ എവിടുന്നോ ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ട് വന്നു. ഊരും പേരും അറിയാത്ത ഒരു സ്ത്രീയാണല്ലോ എൻ്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ നികേഷ്. അപ്പോൾ ഞാൻ നിങ്ങളെപ്പോലെ ജനിച്ച ആളല്ല എന്നും ഇതെന്നോട് പറയണ്ടേ ഏട്ടാ എന്നൊക്കെ നികേഷ് ഇങ്ങനെ ഇവരോട് ചോദിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഇത് പറയാതിരുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ടിരുന്ന് കരയുക. എന്തിനാ നിങ്ങൾ എന്നോട് പറയാതിരുന്നതെന്ന് ചോദിച്ച് ചങ്ക് പൊട്ടി നികേഷ് ഇവരുടെ മുന്നിലിരുന്ന് കരയണം. അനിയനെ ഇങ്ങനെ ഒരു വലയം തീർത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുക കേട്ടോ. പൊന്നു മോനെ കരയല്ലേടാ, നീ ഞങ്ങളുടെ അനിയനാടാ, നീ ഞങ്ങളുടെ സ്വന്തം ചോരയാ, അതുകൊണ്ടാണ് ഞങ്ങളത് പറയാതിരുന്നതെന്ന് സുഭാഷ് നികേഷിനോട് പറയുക. നീ വേറൊരാളല്ലടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. എടാ അന്നും ഇന്നും നീ എനിക്ക് അനിയൻ തന്നെയല്ലേടാ എന്ന് സുഭാഷ് ചോദിക്കണം. ഇന്ന് നീ അറിഞ്ഞുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. അപ്പോഴത്തേക്കും നിധിക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നിധി ഭയങ്കര കരച്ചില്ല.
എടാ ഇങ്ങനെ കരയാനും മാത്രം ഒന്നും ഉണ്ടായിട്ടില്ലടാ, അമ്മ ആരായാലും എന്താടാ, ഈ കാരണം കൊണ്ട് നമ്മുടെ ജീവിതമൊന്നും മാറാൻ പോകുന്നില്ല നികേഷ് എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷും പറയുക. ആ സമയത്ത് സുധീഷും ചേർത്ത് പിടിക്കുകയാണ് നികേഷിനെ. എടാ നീ കരയല്ലേടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. അപ്പോഴത്തേക്ക് ഇവരെല്ലാവരും തട്ടി മാറ്റിയിട്ട് നമ്മുടെ നികേഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പുറത്ത് പോയിരുന്ന് ചങ്ക് പൊട്ടി കരയുക. അപ്പോഴത്തേക്കും ഹരീഷും സുഭാഷും അങ്ങോട്ടേക്ക് ചെന്നു. എടാ മോനെ നീ കരഞ്ഞോ, എത്ര വേണമെങ്കിലും നീ കരഞ്ഞോ, പക്ഷേ ഇന്നത്തോടെ ഈ സങ്കടം ഇവിടെ അവസാനിപ്പിച്ചോളണം. ദേ ഞങ്ങളുടെ ആരുടെ ഉള്ളിൽ നിൻ്റെ അമ്മ മറ്റൊരാൾ എന്നുള്ളൊരു തോന്നൽ പോലും ഇല്ല നികേഷേ. ഞാൻ മനസ്സിലാക്കണം, കഴിഞ്ഞ കാര്യങ്ങളോട് പിന്നാലെ പോയി അതെന്തുകൊണ്ടാണ് ഇതെന്തുകൊണ്ടാണ് എന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഇനി എന്താ കാര്യമുള്ള നികേഷ് എന്ന് ചോദിച്ച് ഹരീഷ് ഇങ്ങനെ സമാധാനിപ്പിക്കുക. അപ്പോഴത്തേക്ക് നിധി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. സുധീഷ് അവിടെ നിന്ന് കരയുന്നു. അപ്പോൾ ഇവരിരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഒന്ന് മിണ്ടാതെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു നികേഷ്. മറക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ് ഇവരെ വഴക്ക് പറയാം. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സുഭാഷ് ഏട്ടാ, നിങ്ങൾ എൻ്റെ അമ്മയുടെ മക്കളല്ല എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഇത് കണ്ട് നിധിയും ചങ്ക് പൊട്ടി കരയുക. അമ്മ മരിച്ചതിൻ്റെ കാരണം അച്ഛനാണെന്നും പറഞ്ഞ് അന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതെന്നും പിന്നെ കുറച്ച് നാൾ ഈ വീട്ടിൽ പിന്നെ ചേട്ടനും ഞങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് സുധീഷ് നിധിയോട് തൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ പറയുക. ചേട്ടനൊന്നും 13 വയസ്സാ പ്രായം. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ ജയിലിൽ നിന്ന് വന്നെന്നും വന്ന പാടെ ലോറി എടുത്ത് എങ്ങോട്ടോ പോയി, കുറേ നാളത്തേക്ക് പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് സുധീഷ് നിധിയോട് പറയുക. ആ സമയത്ത് സുഭാഷിതയെ അവിടെ ഇരുന്ന് അനിയനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക. കരയല്ലേടാ മോനെ കരയല്ലേടാ എന്നും പറഞ്ഞേ. സുധീഷിനാണെങ്കിൽ നിധിയോട് കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നു. വരില്ലെന്നാണ് ഞങ്ങൾ കരുതിയതെന്നും പക്ഷേ അപ്പോഴേക്കും അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനം ചേട്ടൻ ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് സുഭാഷിനെ പറ്റിയുള്ള കാര്യങ്ങൾ സുധീഷ് നിധിയോട് പറയുക. അങ്ങനെ ഇവരുടെ ആ ഒരു കഥയൊക്കെ കേട്ട് ചങ്ക് പൊട്ടി നമ്മുടെ നിധി അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. ഒരുപാട് സങ്കടപ്പെടാനും ഒക്കെയുള്ളൊരു എപ്പിസോഡാണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.